ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ ചിക്കൻ റോള് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ എളുപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ 3/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കുക. പാലിന് ആവശ്യമുള്ള ഉപ്പിനേക്കാളും കുറച്ചൊന്ന് കൂടുതൽ നിൽക്കണം. എന്നിട്ട് നമ്മൾ മാവ് ചേർത്തിട്ട് കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഉപ്പായിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ മുട്ട ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ഡയറക്റ്റ് ചേർക്കുന്നത്. സാധാ ഈസ്റ്റ് ആണെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുക്കുക. നമ്മളിപ്പോൾ ചേർത്തില്ലേ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ട് 15 മിനിറ്റ് വയ്ക്കുക. പൊങ്ങി വന്നതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ 2 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. മാവിൻ്റെ അളവ് കുറച്ച് വ്യത്യാസം വരും. ചില മൈദമാവ് കുറച്ച് കൂടുതൽ വെള്ളം പിടിക്കും, ചിലത് അത്രയ്ക്ക് വെള്ളം പിടിക്കില്ല. അപ്പോൾ 2 കപ്പെന്ന് ഞാൻ പറഞ്ഞാലും കുറച്ച് കൂടുതലോ കുറവോ ആവശ്യം വരും. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. 1-2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം, വെള്ളമെല്ലാം വറ്റി വരണം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 20 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് ഇളക്കിയെടുക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പസ് ബട്ടൺ അമർത്തിയിട്ട് കറക്കിയെടുത്താലും മതി. അധികം അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കുക കേട്ടോ. വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക്. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ച് ചേർക്കുക, കൂടിപ്പോവരുത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ സവാള നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വയ്ക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നെങ്കിൽ നല്ല കളർ കാണും കേട്ടോ. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരണം. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത്രയ്ക്ക് ചെറുതാക്കി എടുക്കണ്ട, കുറച്ച് വലുപ്പത്തിൽ ഷ്രെഡ് ചെയ്തെടുത്താലും മതി. മിക്സിയിൽ പസ് ബട്ടൺ അമർത്തി എടുത്തപ്പോൾ കുറച്ചൊന്നും കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. കുറച്ച് വലിപ്പത്തിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പുളിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്താലും മതി. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മസാല നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുമ്പോഴേക്ക് മസാലയൊക്കെ ചിക്കൻ്റെ അകത്തോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. ഈ സമയത്ത് നിങ്ങൾ ഉപ്പും എരിവും ഒക്കെ നോക്കാം കേട്ടോ. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കുക. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മീഡിയം സൈസ് ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക. ഇനി നമുക്കിത് പരത്തിയെടുക്കണം.
ചപ്പാത്തി പലകയിൽ കുറച്ചൊന്ന് മാവ് വിതറിയതിന് ശേഷം പരത്തിയെടുക്കാം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഒരു പാൻ കേക്കിൻ്റെയൊക്കെ വലിപ്പത്തിൽ പരത്തിയെടുക്കാം കേട്ടോ. അധികം കട്ടി കുറഞ്ഞും പോവരുത്, കൂടിയും പോവരുത്. നമ്മൾ എത്ര കനത്തിലാണോ പരത്തിയെടുക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി വലിപ്പത്തിലായി വരും വറുത്തെടുക്കുമ്പോൾ. മാവ് കുറച്ചെടുത്ത് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി ഇത് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചപ്പാത്തി 2 ലെയറായിട്ട് വരാൻ പാടില്ല, എന്നാൽ അത്രയും ഭാഗത്ത് കനം കൂടുതലായിരിക്കും. നന്നായിട്ട് ഈ റോളിൻ്റെ രൂപത്തിൽ ഒട്ടിച്ചെടുക്കുക. ഡയറക്റ്റ് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കുറച്ചൊന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചാൽ മതി, പെട്ടെന്ന് ഒട്ടി വരും. ഇനി കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നല്ല വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ മുട്ട ആയതുകൊണ്ടാണ്, വലുതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതി. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഓരോ റോളായിട്ട് നമുക്ക് മുട്ടയിൽ മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കിയെടുക്കുക, മറ്റേ കൈ കൊണ്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് മുട്ടയിലോട്ട് വീണിട്ട് പിന്നെ റോൾ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂട് കെട്ടിയുള്ള പാനിൽ എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം കേട്ടോ. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായിട്ട് വേണം നമ്മൾ റോൾ ഇട്ട് കൊടുക്കാൻ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോരുത്, തീ മീഡിയത്തിൽ തന്നെ ഇട്ടേക്കാം. താഴെ ഒന്ന് ബ്രൗൺ നിറമായി വരുന്ന വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇനി താഴ്ഭാഗവും ഇതുപോലെ ആയി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പാലും മുട്ടയും ചേർക്കാതെ വെള്ളത്തിൽ വേണമെങ്കിൽ മാവ് കുഴച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മുടെ റോളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മാവ് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് മാവ് എടുത്തിട്ട് പരത്തിയെടുക്കുക. ബ്രെഡിൻ്റെ കട്ടി കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബ്രെഡിൻ്റെ കനം കുറച്ച് കൂടിപ്പോയാലും കഴിക്കാൻ ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പമാണ്. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, വിശപ്പ് കംപ്ലീറ്റ് മാറും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.